ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ എന്താ പറയുക, മിറ്റോമേനെ ഞാൻ പ്രോ പാക്കിൽ ഫ്രീ പാക്ക് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് നമ്മുടെ സ്ഥലമൊക്കെ കിട്ടുമെന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ചെക്കൻ അത്യാവശ്യം നല്ലൊരു സീൻ പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കളിക്കാൻ പോവാണ് ചെക്കൻ വെച്ച് ഇന്നത്തെ മാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആരെ പ്രോ പാക്കിൽ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും സ്ഥലം ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ട് നോക്കുകയാണെങ്കിൽ 4-2-2 ആണ് കൗണ്ടർ. എൻ്റെ മോനെ ഒരു കിടിലൻ റോഡ്രിഗോ ഉണ്ട്, കിടിലൻ ഓപ്പോണ്ടാണ് ഷാബിയലോൻസോടെ. എന്തായാലും നല്ലൊരു മെസ്സിയുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റായിട്ടാണ് ക്യാപ്റ്റൻ, കിടിലനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എന്തായാലും നമുക്ക് നമ്മുടെ രാശിനെ തന്നെ ആദ്യം ഇറക്കാം, റോഡ്രിഗറിനെയും ഹെർണാണ്ടസിനെയും. മിറ്റോമ ഇവിടെ ഉണ്ട്, വേറെ മാറ്റങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല ഗൈസ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫോർമേഷൻ തന്നെയാണ്, 4-3-3 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ലോങ് ബോൾ കൗണ്ടർ. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സിയാണ് ചെക്കനാണ് ഓപ്പോണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്ങനെ ഉണ്ടാവും, ആര് ജയിക്കുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ചെക്കൻ വരുന്നുള്ളൂ വയസ്സ്. അതുപോലെ തന്നെ എന്താ പറയുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ ഈ ഫുട്ബോളിൽ 2025 വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ ആരുടെ ഫാനാണെന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റോവാൽബിന നമ്മൾ വേഴ്സസ് ടേക്ക് സം ടൈം ബ്രോ, അതാണ് ഓപ്പോണിൻ്റെ പേരിട്ടേക്കുന്നത്. ഓക്കെ, സാബി. ഓക്കെ, ഇതപ്പോൾ നമുക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടിയിരിക്കുന്നത്. മെസ്സി ടു ജെറാഡ് ടു റോഡ്രിഗർ ടു ഹെർണാണ്ടസ്. ഈ കളി എങ്ങനെയാവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഹെർണാണ്ടസ് ടു അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. ഗ്രീസ്മാൻ ഓഫ് വൈറ്റ്, ഫോറൻ. ഓക്കെ, റോഡ്രിഗോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ്, ബെല്ലിംഗാം ടു വിനീഷ്യസ് ജൂനിയർ, ഡിബ്രൂണി ബാക്ക്, പോസ്റ്റേട്ടാ ഒരു ഷോട്ട്, കിടലൻ ഷോട്ട് നമുക്ക് കിട്ടും. ഗ്രീസ്മാൻ, മറഡോണ എടുത്തിട്ടില്ല. ഓക്കെ ഗൈസ്, ഇത് ഫുള്ള് സലിബ, ബെല്ലിംഗാം ടു ഫോറൻ. എൻ്റെ മോനെ ഫുൾ ക്ലിയറിംഗ് പാസ് ആണല്ലോ, ഇടയിടെ പണി കിട്ടരുത്. ഓക്കെ, അയ്യോ ഗൈസ് പണി മാറിയോ? എൻ്റെ മോനെ പെനാൽറ്റി എങ്ങനെയും ആണോ? അല്ല, പെനാൽറ്റി അല്ല ഗൈസ്, എനിക്കൊന്ന് ഫ്രീ കിക്കാൻ തോന്നുന്നു. ഗൈസ് കൂട് പണി കിട്ടിയെന്ന് തോന്നുന്നു. ആരടിക്കാൻ പോണേ? എൻ്റെ മോനെ ക്ലിയറാണ്, ഒടേഗാർഡാണ് അടിക്കുന്നത്. അപ്പോൾ കയറില്ല നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു കയറാൻ ചാൻസ് കുറവാണ്. ഒടേഗാർഡ് ഗൈസ് അപ്പോൾ കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഫസ്റ്റ്. ഞാൻ എന്തായാലും നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലൻ ഷോട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആരവിടെ ജെറാഡിൻ്റെ തല തട്ടിയാൻ തോന്നുന്നു പോയത് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കണം, കാരണം മിക്ക കളിയിലും ഈ കോർണർ കിക്കാണ് പണിയാവുന്നത്, അടിച്ച് കയറ്റി കളയും ഗോള്. എനിക്ക് തോന്നുന്നത് ഇത് ഗോളാവുമെന്ന് അറിയില്ല. വൈറ്റ്, ഓക്കെ, റോഡ്രിഗോ, വൈറ്റ്, ഓക്കെ, ഓഫ് ഗൈസ്. അപ്പോൾ വീണ്ടും അവർക്ക് ഒരു കോർണർ കിക്ക് കിട്ടിയിരിക്കുകയാണ്. റോഡ്രിഗറാണ് എന്തായാലും ഡിഫൻസ് ചെയ്ത് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ അവർക്ക് രണ്ടാമത്തെ ഒരു ചാൻസ് ആണ് ഗൈസ്. നോക്കാം, ഇത് കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. വൈറ്റ്, ഓക്കെ, എടാ റോഡ്രിഗോ, ഓഫ് ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്കന്മാർ എന്തായാലും അവരങ്ങനെ 11ാം മിനിറ്റിൽ അടിച്ചു. ആരാ? റോഡ്രിഗോ, നമ്മുടെ പോർട്ട് വേ പാക്ക്. ഇത് നമുക്കുണ്ട് ഈ പാക്ക്, നമ്മളിതുവരെ അങ്ങനെ കൂടുതൽ കളിയിൽ പിന്നെ ഇറക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു കിടിലൻ ഗോളായിരുന്നു ഗൈസ്. എൻ്റെ മോനെ കറക്റ്റ് ചാടി ഹെഡ് അടിച്ചു. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഓപ്പോണ്ട് അങ്ങനെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വരാനുള്ള ടൈമാണ്. മെസ്സി ടു ജെറാഡ്, ഒരു ത്രൂ പാസ്, എടാ ബെല്ലിംഗാം. ഓക്കെ, എടാ ഇതൊന്നും ഇങ്ങനെ അടിക്കുന്നത്. വാൽവെർഡെ വൈറ്റ് പാസ്, ഓക്കെ, മെസ്സി, ഫോറൻ, ഓഫ് ഡിലൈറ്റ്. ഈ ഡിലൈറ്റുള്ള മാച്ചുകൾ മൊത്തം ഒരു പണി പാടും. ഓക്കെ, ഡിലൈറ്റ്, എടാ ഈ മറഡോണയൊക്കെ അവിടെയാണോ? മെസ്സി, കോസ്റ്റട്ട കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ത്രൂ പാസ് ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറഡോണ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. വൈറ്റ് ഒരു ക്രോസ് അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മോനെ കോർണർ കിക്കാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 21ാം മിനിറ്റിൽ നമുക്ക് അടുത്ത കോർണർ കിക്ക് കിട്ടിയെന്ന് തോന്നുന്നു, കാരണം നല്ലൊരു ക്രോസ് ആയിരുന്നു, പക്ഷേ ഹെഡ് അടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അവിടെ വല്ല റൊണാൾഡോനൊക്കെ വെച്ചായിരുന്നു നമുക്ക് അടിക്കാനും. ഗ്രീസ്മാൻ അടിച്ചിട്ടുണ്ട്, എന്തായാലും നോക്കാം. ഓഫ് കറക്റ്റ് ഗൈസ്, ഇവരുടെ ഗോളിലേക്ക് തന്നെ പോയി. ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു ഹെഡിങ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും കുഴപ്പമില്ല, കോർട്ടിയോസ് അടിച്ചിട്ടുണ്ട്. വൈറ്റിലേക്കാണെന്ന് തോന്നുന്നു. വൈറ്റ്, വാൽവെർഡെ, ഓക്കെ, അടിച്ചു കളഞ്ഞിരിക്കുന്നു. മറഡോണ, എൻ്റെ മോനെ ബെല്ലിംഗാം ടു ഫോറൻ, അവിടെ നിന്നൊരു ഷോട്ടാണ്. എൻ്റെ പൊന്നെ ഗൈസ്, അടുത്തൊരു ഷോട്ട് അവന്മാരെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്താണെന്ന് ഒരു പിടുത്തമില്ല.
എൻ്റെ മോനെ അടുത്ത കോർണർ കാണി ബുദ്ധിമാരെ അടിച്ചു കഴിഞ്ഞാൽ 2 ഗോളുകൾ ഇപ്പോൾ തയ്ക്കും. നേരത്തെ റൊഡ്രിഗോയല്ലേ അടിച്ചേ, ഇപ്രാവശ്യം സമ്മതിക്കരുത് എന്തൊക്കെ വന്നാലും. വൈറ്റ് എൻ്റെ അമ്മോ സലിബ ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അടുത്ത പണി കിട്ടിയാൽ നൈസൊരു ഷോട്ട് അവിടുന്ന് കറക്റ്റ് പോസ്റ്റാണ്. അവിടെ വാൽവരുടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തട്ടി നിൽക്കും, അത് കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഗോൾ കിക്കാണ് ഗൈസ്. നോക്കാം മാനേജർ ടു ഗൈസ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് ഗോളിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ ബെലിംഗാം, ഓക്കെ ഫോഡൻ, ഓക്കെ ഫോഡൻ ടു എവിടെ ഇവിടെ നിന്ന് ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. ഗ്രീസ്മാൻ മറഡോണ ഇവിടെ കിടന്ന കടി. എൻ്റെ പൊന്നു മറഡോണ കോസ്റ്റേട്ടാ എടാ ഇത് ഫോഡൻ. ഓക്കെ ഒഡേഗാർഡ് നൈസ് പാസുകളാട്ടോ ഇവര് ചെയ്യുന്ന. റോഡ്രിഗോ കിട്ടിയിട്ടുണ്ട്. മെസ്സി ബെലിംഗാം ഫുള്ളൊരു കിട്ടിയിട്ടുണ്ട്. മറഡോണയ്ക്ക് നല്ലൊരു ചാൻസ്. എടാ ഡിലൈറ്റ്. സലിബ ടു വൈറ്റ് ടു ഒഡേഗാർഡ്. എടേ അടുത്ത റോസിനുള്ള പരിപാടിയാണ്. ജെറാഡ് അടിച്ചുവിട്ടേക്കണം അല്ലേ പണി പാടും. കിട്ടിയിട്ടുണ്ട് മെസ്സി ടു വാൽവരുടെ. ഓക്കെ അത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഡിലൈറ്റ് ഓട്ടിയോസ് സ്കൂളിലേക്ക് വാൽവരുടെ കിട്ടിയിട്ടുണ്ട്. മെസ്സി എൻ്റെ പൊന്ന് ഇവിടെ വാൽവരുടെ ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ബെലിംഗാം ടു ജൂനിയർ ഡിബ്രൂണി. എടേ അതോടൊപ്പം ബോളൊന്നും ഓക്കെ ഡിലൈറ്റ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാഫ് ടൈം ആവാറായി. എടാ ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈം ആണ്. ഇനി എന്തെങ്കിലും ഷോട്ട് അടിക്കുമ്പോൾ നമുക്ക് നോക്കാം ഹാഫ് ടൈം ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒപ്പോണ്ട് ഒരു ഗോൾ അടിച്ച് നിൽക്കുകയാണ് ഗൈസ്. നോക്കുകയാണെങ്കിൽ ഷോട്ട് അവർ 7 ഷോട്ട് അടിച്ചു, നമ്മൾ ഒരു ഷോട്ട് പോലും അങ്ങോട്ട് അടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ മാച്ചിന്. നമ്മൾ നമ്മുടെ ചെക്കനെ ഇറക്കാൻ പോവാണ്. മിറ്റോമ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്. 97 പയ്യൻ്റെ എനർജി. അതുപോലെ തന്നെ ബെല്ലിംഗമിനെ ഇറക്കിയിട്ടുണ്ട്. വേറെ ആരെയും ഇറക്കിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഓപ്പോണ്ട് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെ കിട്ടിയത്, അതുപോലെ എങ്ങനെയുണ്ട് പ്ലെയർ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പം മിറ്റോമയുടെ കയ്യിൽ നിന്നാണോ നമുക്കൊരു ഗോൾ വരുന്നത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ എംബാപ്പെ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഭാഗ്യം ആരാ. റോഡ്രിഗോ ടു ഫോഡൻ ടു കോസ്റ്റേട്ടാ. ഡിലൈറ്റ് ബെലിംഗാം ടു റോഡ്രിഗോ. എടാ ഇതിപ്പോൾ പണിയാവോ. ബെലിംഗാം വൈറ്റ് ഓക്കെ എടുത്തിട്ടുണ്ട്. ബെലിംഗാം ടു ഒരു പാസ്. മിറ്റോമ ടു മെസ്സി. എടാ ഇവിടെ ഒരുത്തും ബാക്കി ഉണ്ടായിരുന്നു, അതൊന്നും കണ്ടു. എടാ കിട്ടിയിട്ടുണ്ട് കിടിലൊരു ചാൻസ്. മറണ ഷോട്ട് അടിക്കാൻ പറ്റിയൊരു ചാൻസ്. എൻ്റെ പൊന്നു ഗൈസ് വൈറ്റ് ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് പോയി വെറുതെ. മിറ്റോമ വൈറ്റ് ഷോട്ട് ഫോഡൻ ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. മിറ്റോമ ടു ത്രൂ പാസ്. ജെറാഡ് ടു ഒരു ത്രൂ പാസ്. മറഡോണ ഷോട്ട് ഗോയ്സ് ഗോള് ഗൈസ്. അപ്പോൾ 55 മിനിറ്റ് നമ്മളങ്ങനെ മറഡോണ ഒരു ഗോൾ ഇട്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ചാൻസ്, നല്ലൊരു അസിസ്റ്റും പാസുകളായിരുന്നു. കിടിലിനൊരു കറക്റ്റ് കർവ് ഷോട്ട് ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ മിറ്റോമേനെ ഇറക്കിയതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്. മറഡോണയിൽ നിന്നായിരുന്നു നമുക്കുള്ളൊരു ഗോള്. എന്നാലും ഫസ്റ്റ് ചാൻസ് അത് കുഴപ്പമില്ല, പോയെങ്കിലും നമ്മൾ ഗോൾ അടിച്ചു. ഓക്കെ ഒരാശ്വാസമായി ഗൈസ്. അങ്ങനെ 55 മിനിറ്റ് നമ്മളൊരു ഗോൾ അടിച്ചു. ഡിബ്രൂണി ടു എടാ അടുത്ത പണി ആവരുത്. ബെലിംഗാം. അടുത്തത് നമ്മുടെ മിറ്റോമ ടു മെസ്സി ടു ഡിലൈറ്റ്. ബെലിംഗാം ടു ഫോഡൻ കിട്ടിയിട്ടുണ്ട്. വാൽവരുടെ. എൻ്റെ മോൻ ഇവന്മാരെന്താ പറയുക ഇനി ഗൈസ് ഫുള്ള്. ജെറാഡ് വാൽവരുടെ ഒരു പാസ്. മിറ്റോമ മറഡോണ. എടാ മെസ്സി ഗൈസ് എൻ്റെ പൊന്നു ഗൈസ്. ഇനി ഇവന്മാരെന്താ വെച്ചാൽ ഫുള്ള്. എടാ ഇതെന്ത് പറയുക ഫുള്ളിന്. വിനീഷ്യസ് ജൂനിയർ ഡിബ്രൂണി ടു പിടിക്കടേ. എൻ്റെ പൊന്നി ഇതെന്തൊക്കെയാണ് നടക്കുന്നത്. വാൽവരുടെ മറഡോണ ത്രൂ പാസ് പോലും സമ്മതിക്കുന്നില്ല. ഫോഡൻ ഓക്കെ. മിറ്റോമ ഒഡേഗാർഡ് ഫുള്ള് കയറി വരുന്നുണ്ട്. വാൽവരുടെ സലിബ ടു വാൽവരുടെ ഫുള്ള്. ഇനി എടാ എന്തൊക്കെയാണ് നടക്കുന്നത് ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഹെർണാണ്ടസ്. ബെലിംഗാം ഒരു പാസ്. മിറ്റോമ നല്ലൊരു ചാൻസ് ആയിരുന്നു. റോഡ്രിഗോ ഡിബ്രൂണി വിനീഷ്യസ് ജൂനിയർ ഫോഡൻ. എടാ പണിയാവരുത്. എടാ കിട്ടിയിട്ടുണ്ട്. വാൽവരുടെ
എടെ കിട്ടിയിട്ടുണ്ട്. വാൽവറുടെ ത്രൂ പാസ്, ജെറാർഡ്, മറഡോണ. ചെക്കൻ അറിയാം നമ്മൾ എഫ്ഐക്കപ്പാ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബെല്ലിംഗാം, ഡിബ്രൂണി, വിനീഷ്യസ് ജൂനിയർ. ഓക്കെ, ഒഡേഗാർഡ്. എൻ്റെ മോനെ ഹെർണാണ്ടസ് ഇല്ലായിരുന്നു, ഇപ്പോൾ അവിടെ വേറൊരു ഷോട്ട് വന്നത്. മറോണക്ക് എടാ നല്ലൊരു ചാൻസ്. എടാ പാസ് മതിയായിരുന്നു മിറ്റോമയിലേക്ക്. ത്രൂ പാസ് കൊടുത്ത് നമുക്കൊരു മണിയായെന്ന് എനിക്ക് തോന്നുന്നു. ഫോഡൻ. ഇത് ഫുള്ള് എൻ്റെ പൊന്ന്. മിറ്റോമ കിട്ടിയിട്ടുണ്ട്. മെസ്സി. മിറ്റോമയിലേക്കൊരു ചാൻസ്. മിറ്റോമ ടു സലിബ, ജെറാർഡ്, ബെല്ലിംഗാം ടു റോഡ്രിഗോ. നല്ലൊരു ചാൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഷോട്ട്. ജെറാർഡ്. എടാ എന്തുവാടാ ഇതിപ്പോൾ സംഭവിക്കുന്നത്? എന്നെ പൊരിഞ്ഞ ഷോട്ടാ ഗൈസ്. എൻ്റെ പൊന്നു. അടുത്ത വിനീഷ്യസ് ജൂനിയർ ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം ഫുള്ള് ഷോട്ട് ഓൺ ഷോട്ടാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആരും ജയിച്ചില്ല, 1-1 ഈക്വൽ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഒരു അടിപൊളി ഓപ്പോണ്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷോട്ട് നമ്മൾ 2 ഷോട്ടും അവർ 8 ഷോട്ടുകളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറഡോണയാണ് പ്ലെയർ റേറ്റിംഗ് ഹോമിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.